പല സൂപ്പർ മാർക്കറ്റിലും ഞാനിങ്ങനെ ഇറങ്ങി തിരിഞ്ഞാലും ഈ ഒരു ക്രീം വാടിക്കാത്തതിൽ ഇപ്പോഴും എനിക്ക് റിഗ്രറ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്രീം തേക്കുന്ന അന്ന് തൊട്ടിട്ടുണ്ടായ ചേഞ്ചസ് ആട്ടോ നിങ്ങൾ കാണുന്നത്. ഫേസ് അങ്ങോട്ട് ബ്രൈറ്റായി, അത്രക്കും മാറ്റം ഉണ്ടായത്. സോ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു ക്രീം നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിട്ട. ഇതൊരു ഡേ ക്രീമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇത്രയും ചേഞ്ചസ് ഉണ്ടായ ആ ഒരു ക്രീം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. സോ ഗൈസ്, ഈ ഒരു ക്രീം കാണിച്ചിരുന്നതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ എനിക്കിത് യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു ബെനിഫിറ്റ്സ് ആണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു റിവ്യൂ ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരുപാട് ആൾക്കാരുടെ ആവശ്യപ്രകാരമാണ് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഒരുപാട് ആൾക്കാർ പോയി ചാടി വാങ്ങിക്കുന്നവരുണ്ട്, അതുപോലെ കണ്ടാൽ വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കാത്തവരും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്, ഒരുപാട് ആൾക്കാർ ഫാൻസും ഉണ്ട്. സോ അറിയാത്തവർക്കാണ് ഇത് കാണിക്കുന്നതും. അത് മാത്രമല്ല ആവശ്യപ്രകാരം കൂടിയാണ്. അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂസ് ആയിട്ട് നിങ്ങൾ കാണാം. ഇതിനുള്ളിൽ ബെനിഫിറ്റ്സ് ഉണ്ടോ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വേറൊരു കാര്യം ആവശ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് വരാം. ഞാനായാലും നിങ്ങളായാലും ഒക്കെ ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? രോമം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മളെ കൈമലും കാലുമലും ഒക്കെ രോമം ഉണ്ടാകുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ രോമം എങ്ങനെയാണ് കളയുന്നതെന്ന് പറഞ്ഞുതരാം. വേദന ഇല്ലാതെ എങ്ങനെയാണ് കളയുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും കാലം ഞാൻ കളയാൻ വേണ്ടി ഉപയോഗിച്ചത് ഇതാണ് കേട്ടോ. ഈ ഒരു സ്പ്രേ ആണ്, മാൻ ഗോട്ട് ഹെയർ റിമൂവൽ സ്പ്രേ. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേദന ഇല്ലാതെ രോമം കളയാൻ പറ്റും. ലെമൺ ഫ്രാഗ്രൻസ് ഉള്ള ഈ ഒരു സ്പ്രേയിൽ ഗ്ലിസറിൻ, ഓറഞ്ച് പീൽ എക്സ്ട്രാക്റ്റ് എന്നീ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നേ ഒരു കാര്യം പ്രത്യേകിച്ച് പറയണം. ഇത് യൂസ് ചെയ്യുമ്പോൾ പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ്. എന്നിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതുമാത്രമല്ല പ്രൈവറ്റ് ഏരിയ നിങ്ങൾ ഒഴിവാക്കും വേണം. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ആക്കി കൊടുക്കട്ടെ. എവിടെ രോമമുള്ള അവിടെ നിങ്ങൾ ഇത് എന്താ അടിച്ചു കൊടുക്കുക. അതിനോട് കുറച്ചൊരു 8 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നിങ്ങളിത് റിമൂവ് ചെയ്യേണ്ടത് കേട്ടോ. സോ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എനിക്ക് എങ്ങനെയായാലും രോമം പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തിക്കായിട്ടുള്ള രോമമല്ല. സോ ഒരുപാട് തിക്നെസ് ആയിട്ടുള്ള രോമമാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ അടിച്ചു കൊടുക്കണം. സോ എനിക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ രോമം പോയിട്ടുണ്ട്. കാരണം കൈമലായതുകൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് വരും. അത്രയും ഉണ്ടായിരുന്നു രോമം. ഞാനിത് ഇങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ്. ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ കയ്യിലുള്ള രോമം പക്ക ക്ലിയർ ആണ്. നമുക്ക് വേദന ഇല്ലാതെ തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളുടെ എൻ്റെ ഹാൻഡ് നോക്കുക, കാണോ രണ്ടും ഡിഫറൻസ് കണ്ടോ? ഒന്ന് ഒരു ജസ്റ്റ് ഒരു ബ്രൈറ്റും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ രോമം ഫുള്ള് പോയിട്ടുണ്ട്. കിഡില്ല സാധനമായിട്ട് ഒരു ആക്ച്വലി ഞാൻ ഇതാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണേ. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങൾ വേഗം പോയി ചെക്ക് ചെയ്ത് കയറി വാങ്ങിക്കട്ടെ. കാരണം അത്രക്കും ആൾക്കാർ യൂസ് ചെയ്ത് നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സോ അടിപൊളിയായിട്ട് രോമം പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിടാം. നിങ്ങൾ ചെക്ക് ചെയ്ത് കയറി വാങ്ങിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ആധുനിക കാലത്തിലോട്ട് വരാൻ ഞാൻ യൂസ് ചെയ്തത് ആ ഗാർണിയറിൻ്റെ ആണ്. സോ ഇത് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ പല ഷോപ്പുകളിലും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ വാങ്ങിച്ചിട്ട് വരില്ല. ഇത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാട്ടോ. മുട്ടിൽ തീ പിടിച്ചപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 89 രൂപ ഉള്ളൂ. സോ നല്ല റേറ്റ് കുറഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് ഞാൻ. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഇത് നോക്കുകയാണെങ്കിൽ മക്കളെ കിട്ടലാണ് ഞാൻ യൂസ് ചെയ്ത. അപ്പോൾ ഭയങ്കര സ്മെല്ലാണ് ഇത് ഇങ്ങോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മളെ മുഖം ഇങ്ങനെ എല്ലാവരും മണത്ത് നോക്കും. അച്ചാതി മണമാണ് കേട്ടോ. സോ ഇത് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി. സോ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ അവിടെ ആക്കാൻ പാടില്ല, അത് ഒഴിവാക്കണം. സോ നമുക്ക് പതിയെ നിങ്ങൾ നോക്കുക. നല്ല ഫിനിഷ് അവിടെ വേറെ അബ്സോർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ഗ്ലോയിങ് ഒന്നും തരില്ല. ഭയങ്കര മാറ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഒരു ഓയിലി സ്കിൻ ആണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല സാധനമാണ് ഈ ഗാർണിയറിന്. നിങ്ങൾ ഡിഫറൻസ് നോക്കട്ടെ. ഞാൻ ഇട്ടതും ഇടാത്ത ഭാഗം. കാരണം എനിക്ക് കാണിച്ചു തരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഈ ഒരു ക്രീം യൂസ് ചെയ്തപ്പോൾ ഒരു ചേഞ്ചസ് ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 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 റിഫ്രഷിങ് ഫേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഇട്ട ഭാഗം അതൊക്കെ ഈ ഗാർണിയറിന്റെ ഈ ഒരു ക്രീം നമ്മൾ ഇട്ട ഭാഗം ഒരു റിഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അതായത് ഇപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഒരു പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്രീം യൂസ് ചെയ്യാറുണ്ട്. സോ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് നൈറ്റ് യൂസ് ചെയ്ത് കിടന്നുറങ്ങാം, മാറ്റം ഉണ്ടാവും. അതായത് ഇപ്പം നമ്മളൊരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ചേഞ്ചസ് വരും. പക്ഷേ ഇച്ചിരി ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് നമുക്ക് കിട്ടൂല. ചിലപ്പോൾ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ചാൻസ് ഉണ്ട്. സോ ഒരു ടോണെങ്കിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഐ ഡോണ്ട് നോ. ബട്ട് ഇതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എനിക്ക് കൂടുതലായിട്ട് തോന്നിയൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളിപ്പോ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഫൗണ്ടേഷൻസോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് ഫേസ് ഒന്ന് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇതിൽ UV ഇത് പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ എന്നാൽ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫേസിലിടാം. അതേപോലെ തന്നെ ഒരു ഭയങ്കര ഒരു കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ചേഞ്ചസ് ഉണ്ട്. എൻ്റെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, എൻ്റെ കഴുത്ത് വേറെ, എൻ്റെ മുഖം വേറെ, അങ്ങനെയാണ്, എടുത്ത് തെറിച്ച് നിൽക്കും. പക്ഷെ ഒരിക്കലും ഇതൊരു എന്തോ പുട്ടിയടിച്ചപ്പോഴും നമുക്ക് ഫീൽ ചെയ്യില്ല. അതും ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം, അതേപോലെ തന്നെയാണ് പുട്ടിയടിച്ചപ്പോൾ തോന്നൂല. ഇതൊക്കെയാണ് എനിക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് പറയാനുള്ളത്. സൈഡ് എഫക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കൊന്നുമില്ല, അത് വേറൊരു കാര്യം. ഇത് 24 hours ഇതുപോലെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നിൽക്കൊന്നുമില്ല. ഒരു കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇതിനനുസരിച്ചിട്ട് അങ്ങനെ നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് തേച്ച ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ അങ്ങനൊന്നും സംഭവമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ വലിയ ഐഡിയാസ് ഒന്നും ഇല്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി എന്നുള്ളത് നിങ്ങൾ പറയാം. പിന്നെ ഇതൊരു ഡേ ക്രീമാണ്, ഒരു സ്കിൻ കെയറിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, സിറം, ടോണർ ഇതൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു സാധനം. അല്ലാതെ നിങ്ങൾ വെളുത്ത് പാറിയിട്ട് നമ്മളെങ്ങനെ അങ്ങോട്ട് വൃക്കടിച്ച് കൊണ്ടുപോകുന്ന സാധനമൊന്നും അല്ല. ഇത് കമ്പനി ഇറക്കുന്നതാണ്. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഓക്കെ, പുറത്ത് പോകാനും അതിന് ഡേ ക്രീമായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഫേസ് നല്ല ഗ്ലോ ആവുന്നില്ല, അതുപോലെ തന്നെ കുരു മാറൂല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കുരു ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ നിങ്ങൾ പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് നൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിമ്പിൾസ് ഇല്ലാത്തവർ ഇത് ഉപയോഗിക്കാൻ പറ്റും നൈറ്റ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഓക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഇപ്പോൾ അതൊരു 17 വയസ്സുള്ളവർക്കൊക്കെ യൂസ് ചെയ്യും. അങ്ങനെ സൈഡ് എഫക്ട്സ് ഉള്ള സാധനമൊന്നും അല്ലല്ലോ ഇത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ.